പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 24-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 2 നാം ഇങ്ങനെ വായിക്കുന്നു: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബിന്റെ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്. ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം മുതൽ 41-ാം അധ്യായം വരെ ഇയ്യോബും ദൈവവും ഇയ്യോബിന്റെ 3 കൂട്ടുകാരും ഒക്കെ ചേർന്നുള്ള സമ്മിശ്ര പ്രതികരണങ്ങളാണ് നാം വായിക്കുന്നത്. ഇയ്യോബിനെ കുറിച്ച് വളരെ വ്യക്തമായി 1-ാം അധ്യായത്തിൽ നമുക്ക് ഒരു വലിയ ഇൻട്രൊഡക്ഷൻ തന്നെ നൽകുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിന് തുല്യമായി ഒരു പ്രദേശത്തിന്റെ മൊത്തം ആളായി ഇയ്യോബിനെ വേദപുസ്തകം ചൂണ്ടിത്തരുന്നു. ഇയ്യോബിനെ പോലെ ഭക്തനും നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ട് അകലുന്നവനും നിർമ്മലനുമായ ഒരു മനുഷ്യനില്ല എന്ന് ദൈവം തന്നെ വചനത്തിൽ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഭക്തനായ മനുഷ്യനാണ് നഷ്ടങ്ങളുടെയും വേദനകളുടെയും വലിയ നികത്താൻ പറ്റാത്ത വിടവുകളുടെയും ജീവിത അനുഭവങ്ങൾ ഉണ്ടായത്. അങ്ങനെ നാം നിരവധി പ്രാവശ്യം കേട്ടിട്ടുള്ളതും ഓർക്കുന്നതുമായ ഇയ്യോബിന്റെ ജീവിതത്തിന്റെ വിവിധ അനുഭവത്തിൽ കൂടെ കടന്നു വന്നിട്ട് അവസാനത്തെ അധ്യായത്തിൽ യഹോവയോട് ദൈവത്തോട് ഇയ്യോബ് സംസാരിച്ചിട്ട് പറയുകയാണ്: നിന്റെ കാര്യം മനുഷ്യർക്കാർക്കും ചിന്തിക്കുവാൻ പറ്റത്തില്ല. നീ വലിയവനാണ്. അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കുന്നതും ചെയ്യുന്നതും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം അത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ മതിയായവനാണ്. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഇയ്യോബ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും കഠിനമേറിയ അനുഭവത്തിൽ കൂടെ കടന്നു വന്നിട്ടാണ് ദൈവമേ, നീ എത്ര വലിയവനാണെന്ന് ഞാൻ അറിയുന്നു. മാത്രമല്ല, അങ്ങയുടെ ഉദ്ദേശങ്ങൾ അങ്ങേക്കൊരിക്കലും അസാധ്യമല്ല. അത് പ്രവൃത്തിപഥത്തിൽ പൂർണ്ണതയിൽ കൊണ്ടുവരുവാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും കരുതും, ഞാൻ കൃത്യമായി ചിന്തിച്ചത് കൊണ്ടും പ്ലാൻ ചെയ്തത് കൊണ്ടും അതിനുവേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടും ഹോംവർക്ക് ചെയ്തത് കൊണ്ടും എൻ്റെ കഴിവും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ പണം കൊണ്ടുമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന്. എന്നാൽ ഒരിക്കലുമല്ല. ദൈവം ഉദ്ദേശിച്ച് പദ്ധതിയിട്ട് അത് നടത്തുവാനുള്ള അനുകൂല സാഹചര്യങ്ങളെ ഒരുക്കിയത് കൊണ്ടാണ് ജൂലൈ മാസം 24-ാം തീയതി ഈ ബുധനാഴ്ച രാവിലെ നാം ഇത്ര സന്തോഷത്തോടെ ഇരിക്കുവാൻ ഇടയാകുന്നത്. അല്ലാതെ നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. അതുകൊണ്ട്
ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം എന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തുവാൻ ദൈവം കൃപ ചെയ്യണം, ദൈവം അനുവദിക്കണം എന്നുള്ള വലിയ സത്യം, യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമ്മുടെ വിദ്യാഭ്യാസ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ യോഗ്യത കൊണ്ടോ നമ്മുടേതായിട്ടുള്ള താലന്തുകൾ കൊണ്ടോ ഒന്നും എങ്ങും എത്തുകയില്ല. എത്തുമെന്നൊരു തോന്നൽ നമുക്കുണ്ട്. അല്ല പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം കൂടെ അനുവദിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽ ജീവജലത്തിന്റെ പ്രേക്ഷകരായ എന്റെ പ്രിയ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ വലിയതാണ്, ഉന്നതമാണ്. അത് പൂർത്തീകരിപ്പാൻ ദൈവം മതിയായവനും കഴിവുള്ളവനും വിശ്വസ്തനുമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. നിങ്ങളത് വിശ്വാസത്തോടും സ്തോത്രത്തോടും പ്രാർത്ഥിക്കുക, തമ്പുരാനോട് ചേർന്ന് നിൽക്കുക. നിശ്ചയമായും ദൈവം അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവം വലിയവനാണെന്നും ഉന്നതനാണെന്നും യോബ് തന്റെ ജീവിതത്തിന്റെ പരിപരുത്ത അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു സത്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് നേരിടുന്ന വേദനകൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ദൈവത്തെ തള്ളിപ്പറയുവാനും പിറുപിറുക്കുവാനും അവിശ്വസിക്കുവാനും ദൈവത്തിൽ നിന്ന് അകലാനുമല്ല, മറിച്ച് ദൈവം ആരാണ് എന്ന് വ്യക്തമായി വ്യക്തിപരമായി തിരിച്ചറിയുന്ന നല്ല സമയങ്ങളായി തീരട്ടെ. നിങ്ങൾ ചില വിഷയത്തിൽ വ്യാകുലപ്പെടുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ദൈവത്തോടതിൽ പരിഭവിക്കുകയും പരാതി പറയുകയും ചെയ്തിട്ടുമുണ്ടാവാം. എന്നാൽ അത് നിങ്ങളുടെ നന്മയ്ക്കാണ് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം യോബിന്റെ ജീവിതത്തിൽ കൂടി നമ്മളോട് വളരെ മൗനമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവവൈതലേ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വിഷമം, ഭാരം, പ്രയാസം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വിരൽ ചൂണ്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ രക്തബന്ധങ്ങൾ നിങ്ങളെ നോക്കി പലപ്പോഴും ശകാര വർഷങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം ആരാണെന്ന് യോബിനെ പോലെ സ്വയം തിരിച്ചറിഞ്ഞ് തന്റെ ഉദ്ദേശങ്ങൾ ഉന്നതമാണ്, വലിയതാണ്. ആ ഉദ്ദേശങ്ങൾ നിശ്ചയമായും ദൈവം എന്നിൽ നിറവേറ്റുമെന്ന് വളരെ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം ആരംഭിക്കാം. യോബിന്റെ ജീവിതത്തിൽ ഒരു ഹ്രസ്വകാലം വേദനയുടെയും സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും നഷ്ടങ്ങളുടെയും നാളുകളായിരുന്നെങ്കിൽ ഒരു ദീർഘമായ കാലം അനുഗ്രഹത്തിന്റെ കാലമായിരുന്നു, വിടുതലിന്റെ കാലമായിരുന്നു, സന്തോഷത്തിന്റെയും നന്മയുടെയും കാലമായിരുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന സകല വേദനകൾക്കും സകല ഭാരങ്ങൾക്കും തമ്പുരാൻ നിശ്ചയമായും മറുപടി നൽകി നിങ്ങളെ ജയോത്സവമായി നടത്തട്ടെ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സാക്ഷിക്കുവാനും സേവിക്കുവാനും ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് വലിയവനാണ്, ഉന്നതനാണ് എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മയുള്ള സമയത്ത് മാത്രമല്ല, വേദനകളും നിരാശകളും നഷ്ടങ്ങളും കോട്ടങ്ങളും ഒറ്റപ്പെടലുകളുമുള്ള സമയത്തും തിരിച്ചറിയുവാൻ യോബിനെ പോലെയുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശങ്ങൾ ഉന്നതമാണെന്നും അവ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ ദൈവം മതിയായവനെന്നും അകമഴിഞ്ഞ് വിശ്വസിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് ദൈവജനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വേദനകളെയും ഭാരങ്ങളെയും
അപ്പനേറ്റെടുത്ത് അതിന്മേൽ പരിപൂർണ വിടുതലും വിജയവും നൽകി അനുഗ്രഹത്തോടെ ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശു മെസ്സിയ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ വേദനകളിലും തിരിച്ചറിയുക, ദൈവം വലിയവനാണ്. നമ്മുടെ പ്രതികൂലങ്ങളിലും നാം ഉറച്ചു വിശ്വസിക്കുക, ഉറക്കെ പ്രഖ്യാപിക്കുക, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. നിശ്ചയമായും ദൈവം അത് എന്നിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ഉറപ്പോടും ദൃഢനിശ്ചയത്തോടും ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിനം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെ ദിനമാക്കി തീർക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.